ജമ്മു കാശ്മീരിലെ പഹൽഗാവിൽ ഇന്നലെ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ഭീകരമായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF എന്ന് പറയുന്ന സംഘടന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാന്റെ വ്യക്തമായ പിന്തുണയുള്ള ഈ ഭീകര പ്രവർത്തനം ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഒരു സ്വതന്ത്ര പരമാധികാര ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറയുന്നവരോട് കൃത്യമായ മറുപടിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അവിടെ എത്തിച്ചേർന്ന ടൂറിസ്റ്റുകളോട് ഭീകരവാദികൾ ചോദിച്ചത് അവരുടെ നാഷണാലിറ്റി അല്ല, അവരുടെ ഭാഷയല്ല, അവരുടെ രാഷ്ട്രീയമല്ല, അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളും അല്ല. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, മുസ്ലിമാണോ അല്ലയോ? മുസ്ലിം അല്ലാത്തവർ എല്ലാം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ മെസ്സേജ് വ്യക്തമല്ലേ? ഭീകരതയ്ക്ക് മതമുണ്ട്, ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭാവി എത്രമാത്രം ഭീകരമായിരിക്കും എന്ന് ചിന്തിക്കുക. കൃത്യം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതേ ചോദ്യമാണ് കേരളത്തില് നടന്നത്. വാര്യംകുന്നൻ നേതൃത്വം കൊടുത്ത ആ കൂട്ടക്കൊലയിലും ഇതേ ചോദ്യമാണ് ചോദിക്കപ്പെട്ടത്. നിങ്ങളുടെ മതമേതാണ്? ഇസ്ലാം അല്ലാത്ത എല്ലാവരെയും കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ അരങ്ങേറിയ അതേ കൂട്ടക്കൊല, അന്നുയർത്തിയ അതേ മുദ്രാവാക്യം, അന്ന് ചോദിച്ച അതേ ചോദ്യം, അതാണ് പഹൽഗാവിലും ചോദിക്കപ്പെട്ടത്. പക്ഷേ എനിക്ക് ഭാരതീയരായ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് വേണമെങ്കിൽ പട്ടാളത്തെ കുറ്റപ്പെടുത്താം, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കുറ്റപ്പെടുത്താം, പോലീസിനെ കുറ്റപ്പെടുത്താം, ഭരണകൂടത്തെ കുറ്റപ്പെടുത്താം. പക്ഷേ നമുക്ക് ഒരു ദൌത്യമില്ലേ? ഓരോ ഭാരതീയനും എന്നുള്ള നിലയിൽ നമുക്കൊരു ദൌത്യമുണ്ട്, നമുക്കത് ചെയ്യേണ്ടതുമുണ്ട്. ഈ ഭീകരപ്രവർത്തനത്തെ അനുകൂലിച്ചുകൊണ്ടും ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും രാജ്യത്തിനുണ്ടായ അപമാനത്തിനും ഞെട്ടലിനും നേരെ പരിഹാസം ചൊരിഞ്ഞുകൊണ്ടും നിരവധി പേർ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും എനിക്കുള്ള അഭ്യർത്ഥന ഇതാണ്. ആ സോഷ്യൽ മീഡിയയിൽ ഭാരതത്തെ അപഹസിക്കുന്നവർ, സൈന്യത്തെ അവഹേളിക്കുന്നവർ, രഹസ്യാന്വേഷണ വിഭാഗത്തെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്നവർ, ഈ സമയത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെ ഭീകരവാദികളോടൊപ്പം നിന്ന് പൊട്ടിച്ചിരിക്കുന്നവർ, ആ പൊട്ടിച്ചിരിക്കുന്നവരുടെ പേരുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യണം. ഏത് സോഷ്യൽ മീഡിയയിലാണ് അവർ പ്രതികരിച്ചത് എന്നുള്ളതിന്റെ തെളിവ് വേണം. ആ തെളിവുകൾ നാളെ ഈ രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ രാജ്യം ഇനിയും കൂടുതൽ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. 100 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇത് സംഭവിച്ചതാണ്. അന്ന് മലപ്പുറത്ത് ചോദിച്ച ചോദ്യവും ഇതുതന്നെയായിരുന്നു, നിന്റെ മതമേതാണ്? അല്ലാതെ ഭാഷ ഏതാണ്, രാഷ്ട്രീയമേതാണ്, ദേശമേതാണ്, ഇതൊന്നുമല്ല ചോദിച്ചത്. 100 വർഷം മുമ്പ് മലപ്പുറത്ത് ചോദിച്ചതും ഇതേ ചോദ്യമാണ്, നിന്റെ മതമേതാണ്? മുസ്ലിം അല്ലാത്തവരൊക്കെ അന്ന് കൊല്ലപ്പെടുകയോ മതം മാറ്റപ്പെടുകയോ ആണ് ഉണ്ടായത്. അന്ന് ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിക്കുന്നവർ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. അവരൊക്കെ ഇത്തരം ചെയ്തികളിൽ ആഹ്ലാദിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് അങ്ങനെ ആഹ്ലാദിക്കുന്നവരും അർമാദിക്കുന്നവരും രാഷ്ട്രത്തെ കളിയാക്കുന്നവരും നമ്മുടെ പട്ടാളത്തെയും രഹസ്യാന്വേഷണ സംവിധാനങ്ങളെയും പുച്ഛിക്കുന്നവരും ആരാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ പ്രതികരണങ്ങളെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. ആ പ്രതികരിച്ചവരുടെ പേര് ലിസ്റ്റാക്കി എഴുതി സൂക്ഷിക്കണം. നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് അതൊക്കെ ആവശ്യമുണ്ട്. ഇനി അതൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ നാടിന് ഒരാപത്ത് വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന നമ്മുടെ അയൽക്കാർ ആരാണ് എന്നും നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അവർ എവിടെയുള്ളവരാണ് എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നാളെ നമ്മളും നമ്മുടെ മക്കളും കൊല്ലപ്പെടാതിരിക്കാൻ അത് വലിയ ഒരു തെളിവാകും. അതുകൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത്തരം രാജ്യദ്രോഹികളെ ഭാരതത്തിനകത്തിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും
ഭാരതത്തെ കളിയാക്കുവാനും നമ്മുടെ അന്വേഷണ ഏജൻസികളെയും പട്ടാളത്തെയും കളിയാക്കുവാനും ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുവാനും ഒരുങ്ങി നിൽക്കുന്ന ഇത്തരം ഭീകരവാദികളെ ലിസ്റ്റ് ചെയ്യാനുള്ള ചുമതലയെങ്കിലും നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. അത് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ഭാവിക്ക് വളരെ അത്യാവശ്യമാണ്.